അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തു ശർഹാണ് നമ്മൾ ഓതി വെച്ചത്. അതിലെ പാരായണ നിയമങ്ങൾ നമ്മൾ പറഞ്ഞു. അത് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതിത്തരാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആശയങ്ങൾ അതുകൂടി നമുക്ക് വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം, ഈ സൂറത്ത് മക്കിയ ആണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്ക ജീവിതകാലത്ത് ഇറങ്ങിയ സൂറത്താണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ രണ്ട് തരമാണ് എന്ന് നമുക്കറിയാം: മക്കിയ, മദനിയ. മക്കിയ എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് മക്ക ജീവിത കാലഘട്ടത്തിൽ ഇറങ്ങിയത്. മദനിയ എന്ന് പറഞ്ഞാൽ ഹിജറക്ക് ശേഷം ഇറങ്ങിയത്. അതൊരു പക്ഷേ മക്കയിൽ വെച്ചാകാം, അല്ലെങ്കിൽ മദീനയിൽ വെച്ചാകാം. ഹിജറ പോയതിനു ശേഷം ഇറങ്ങിയ സൂറത്തുകളും ആയത്തുകളുമാണ് മദനിയ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ സൂറത്ത് മക്കിയ ആണ്. ഇത് അവതരിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ ഒരുപാട് ആളുകൾ അത് സ്വീകരിച്ചു. പക്ഷേ സ്വീകരിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അവർ നേരിടേണ്ടി വന്നു. അവരുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിക്കേണ്ടി വന്നു, പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ഇതൊക്കെ വെച്ചുകൊണ്ട് ശത്രുക്കൾ അവരെ പരിഹസിക്കാനും തുടങ്ങി. നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, ഇങ്ങനെ ഒരു പുതിയ ആശയവുമായി വന്നപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നില്ലേ? നിങ്ങൾക്ക് സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഒരാശ്വാസമായി സമാധാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു സൂറത്താണിത്. ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെയ്തു കൊടുത്ത ഒരുപാട് നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണെങ്കിലും ഇതെല്ലാ സത്യവിശ്വാസികൾക്ക് കൂടിയുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളും അതുപോലെ സമാധാന വചനങ്ങളുമാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, തീർച്ചയായും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും, എല്ലാ വിഷമതകൾക്കും ഒരു രക്ഷയുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക. അങ്ങയുടെ ഹൃദയം നാം തുറന്നു തന്നില്ലേ? അങ്ങയുടെ മനസ്സ് നാം തുറന്നു തന്നില്ലേ? ഹൃദയ വിശാലത നൽകുക, മനസ്സ് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനമായ ഒന്ന് ശരിയായ വിശ്വാസം ലഭിക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുക എന്നതാണ്. ഹിദായത്ത് ലഭിക്കുക എന്നതാണ് മനസ്സിന്റെ വിശാലതയ്ക്ക്, മനസ്സ് അള്ളാഹു തുറന്നു കൊടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം. അതോടൊപ്പം ഏത് പ്രതിസന്ധിയിലും തകർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത്, ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ധൈര്യം, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിഅമത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന്, അവിടുത്തെ ഹൃദയത്തിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല 4 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ച് പിളർത്തി ഹൃദയം ശുദ്ധീകരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പിശാചിന്റെ സ്വാധീനങ്ങളൊക്കെ എടുത്തുമാറ്റി
ഈമാനും ഹിക്മത്തും കൊണ്ട് നിറക്കുന്ന ആ ഒരു സംഭവം 4 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിന്, അവിടുത്തെ മനസ്സിന് ഒരുപാട് വിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അവിടുത്തെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തു. അവിടുത്തെ മനസ്സിന് എല്ലാ വിധത്തിലുമുള്ള ആരോഗ്യവും വിശുദ്ധിയും നൽകി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക. അങ്ങയുടെ മുതുക് ഒടിഞ്ഞു പോകുമായിരുന്ന, തങ്ങൾ പരാജയപ്പെട്ടു പോകുമായിരുന്ന പാപങ്ങളിൽ നിന്നും അതുപോലെ പ്രവാചകത്വത്തിന്റെ ഭാരങ്ങളിൽ നിന്നും തങ്ങൾക്ക് നാം സുരക്ഷ നൽകിയില്ലേ. വവളഅനാ അൻക വിസ്റക. ഇവിടെ വിസ്റിന് 2 അർത്ഥമാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത്. ഒന്ന് പാപങ്ങൾ എന്നതാണ്, രണ്ടാമത്തേത് പ്രവാചകത്വത്തിന്റെ ഭാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലേ എന്ന അർത്ഥത്തിൽ നമ്മൾ ഈ ആയത്തിനെ മനസ്സിലാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. മറിച്ച് ആ തെറ്റുകളിലേക്ക് പോകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകിയില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിയിരുന്നു എന്ന് അബൂജഹൽ പോലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വഹയൊന്നും ലഭിക്കാതിരുന്ന നബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഗ്രഹാരാധന നടത്തിയിരുന്നില്ല, കളവ് പറഞ്ഞിരുന്നില്ല. ജാഹിലിയ സംസ്കാരത്തിന്റെ ഭാഗമായ അസാൻമാർഗിക പ്രവർത്തനങ്ങളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ലഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബൽ അഫലാ തഅഖിലൂൻ. വിശുദ്ധമായ 40 വർഷത്തെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ആരംഭിക്കുന്നത്. നബുവത്ത് ലഭിച്ചതിന് ശേഷം, ഏതെങ്കിലും ഒരു നിയമം വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെതിരെ ചെയ്തതായി എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? അങ്ങനെ ഒരു ചരിത്രം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, 4 പ്രാവശ്യം അവിടുത്തെ നെഞ്ച് പിളർത്തി ഖൽബ് ശുദ്ധീകരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് കണ്ടു, സ്വർഗവും നരകവും നേരിട്ട് കണ്ടു. അല്ലാഹുവിൽ നിന്ന് ധാരാളം വഹി ലഭിച്ചു. തെറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. തെറ്റിലേക്ക് നയിക്കുന്ന 2 പ്രേരക ശക്തിയാണ് നമുക്കുള്ളത്. ഒന്ന് നഫ്സാൻ, ശാരീരികേച്ഛ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, മനസ്സിന്റെ ആഗ്രഹങ്ങൾ. ശഖ്ഖു സ്വദറിലൂടെ, അതായത് നെഞ്ച് പിളർത്തി വിശുദ്ധമാക്കി ഈമാനും ഹിക്മത്തും നിറച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശാരീരികമായ ഇച്ഛാശക്തികളെ, തെറ്റിലേക്ക് നയിക്കുന്ന ഘടകങ്ങളെ അതൊക്കെ എടുത്തു മാറ്റി ശുദ്ധമാക്കി. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകില്ല. രണ്ടാമത്തെ ഘടകം ശൈത്താനാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിശാച്, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും അവൻ മുസ്ലിം ആവുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാം. പിശാച് പോലും എന്നോട് നന്മ കൊണ്ടല്ലാതെ കൽപ്പിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം. അപ്പോ പൈശാചികമായ പ്രേരണ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും ഉണ്ടായിട്ടില്ല. പാപസുരക്ഷിതരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ നാമം, അങ്ങയുടെ പ്രശസ്തി നാം ഉയർത്തി തന്നില്ലേ. എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസ്മരിക്കപ്പെടുന്നു. ബാങ്കിൽ ഓരോ സെക്കൻഡുകളിലും ലോകം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഉയർന്നു കേൾക്കുന്നു, മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.
എല്ലാ സദസ്സുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പ്രശംസകൾ നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാത്ത ഒരു സെക്കൻഡ് പോലും ഈ പ്രപഞ്ചത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. ഈ ഒരു മഹത്വം ലോകത്തെ മറ്റൊരാൾക്കും മറ്റൊരു സൃഷ്ടിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അത്രയും വലിയ ഉന്നതമായ പ്രശസ്തിയാണ്, മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതുകൊണ്ട് പ്രയാസങ്ങളുടെ കൂടെ എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. എല്ലാ കാലത്തും പ്രയാസമായിരിക്കും എന്ന് ഒരിക്കലും തങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലൊരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമുക്ക് മോചനം നൽകും എന്ന പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് നീങ്ങണം. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ വതിബ് നഫ്സൻ ഇദാ ഹകമൽ ഖദാഉ. ഓരോ ദിവസവും നീ നിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ആശങ്കയോടുകൂടെ നീ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. അങ്ങനെയുള്ള നിന്റെ ജീവിതത്തിനിടയിൽ അള്ളാഹുവിന്റെ ഖദാ വന്നാൽ, അള്ളാഹുവിന്റെ വിധി നിന്റെ ജീവിതത്തിൽ നടപ്പിലായാൽ, അത് ഏത് രൂപത്തിലുള്ളതാണെങ്കിലും അത് നീ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക. അള്ളാഹുവിന്റെ വിധി എന്താണെങ്കിലും അത് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക. വലാ തജ്സഅ ലിഹാദിസത്തിൽ ലയാലി ഫമാ ലിഹവാദിസിദ് ദുനിയാ ബഖാഉ. ഭൗതിക ദുരന്തങ്ങളിൽ, ഭൂമി ലോകത്തുള്ള ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നീ ഒരിക്കലും വ്യാകുലപ്പെടരുത്, തകർന്നു പോകരുത്. കാരണം ഈ ഭൗതികമായ പ്രയാസങ്ങൾക്കൊന്നും ശാശ്വതത്വമില്ല. അതൊന്നും കാലാകാലവും നീണ്ടു നിൽക്കുന്നതല്ല. വലാ ഹുസ്നു യദൂമു വലാ സുറൂറു വലാ ബുഅ്സുൻ അലൈക വലാ റഖാഉ. ഒരു ദുഃഖവും കാലാകാലവും നീണ്ടു നിൽക്കുകയില്ല. അതേപോലെ തന്നെ സന്തോഷവും കാലാകാലവും നീണ്ടു നിൽക്കുകയില്ല. അതൊക്കെ വന്നും പോയി ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാൽ തകർന്നു പോകരുത്. ഒരിക്കലും നമ്മൾ നിരാശരായി പോകരുത്, വിഷാദത്തിന് അടിമപ്പെട്ടു പോകരുത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമുക്ക് മോചനം നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹു നൽകുന്ന ആ ഒരു സന്തോഷ അവസരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ, ശരിയാക്കി തരണേ. ഒരിക്കൽ പോലും എന്നിലേക്ക് തന്നെ നീ ഏൽപ്പിക്കരുത്. എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, എന്റെ ജീവിതം നന്നാക്കാൻ അത് എന്നെ തന്നെ ഏൽപ്പിക്കരുത്. നിന്റെ സഹായം എനിക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن سهلا إذا شئت. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു കാര്യവും എളുപ്പമാവുകയില്ല. വിഷമങ്ങളെ എളുപ്പമുള്ളതാക്കുന്നവൻ, അത് പരിഹരിക്കുന്നവൻ നീയാണ്. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അല്ലാഹുവേ, മാനസികമായ വിഷമങ്ങളിൽ നിന്നും ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അശക്തതയിൽ നിന്നും മടിയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഭീരുത്വത്തിൽ നിന്നും ലുബ്ധതയിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അമിതമായ കടബാധ്യതകളെ തൊട്ടും മറ്റുള്ളവർ എന്നെ അതിജയിക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തുന്ന, പരാജയപ്പെടുത്തുന്ന അവസ്ഥയെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ ചൊല്ലി
അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. സന്തോഷവും റാഹത്തുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അതുകൊണ്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല നിലയിൽ പ്രാർത്ഥിക്കുക. നിന്റെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. അതുപോലെ ഫർളായ നിർബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ സുന്നത്തായ കാര്യങ്ങളിൽ വ്യാപൃതനാവുക. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആശയം ഒന്നുകൂടെ പറയാം. അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ മനസ്സ് നാം തുറന്നു തന്നില്ലേ. വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക, താങ്കൾ പരാജയപ്പെട്ടു പോകുമായിരുന്ന ദോഷങ്ങളിൽ നിന്നും പ്രവാചകത്വത്തിന്റെ ഭാരങ്ങളിൽ നിന്നും തങ്ങൾക്ക് നാം സുരക്ഷ നൽകിയില്ലേ. വറഫഅനാ ലക ദിക്റക, തങ്ങളുടെ മഹത്വം നാം ഒരുപാട് ഉയർത്തിയില്ലേ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, അതുകൊണ്ട് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഒന്നുകൂടെ പറയുന്നു, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ പ്രാർത്ഥനാ നിരതനാവുക. ഫർലായ ഇബാദത്തുകൾ കഴിഞ്ഞാൽ സുന്നത്തായ ഇബാദത്തുകളിൽ മുഴുകുക. അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക.